നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നാളെ മുതൽ ATM ഇടപാടുകൾക്ക് കൂടുതൽ പണം നൽകേണ്ടി വരും. RBIയുടെ പുതിയ നിയമങ്ങൾ നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. സൗജന്യ ഇടപാട് പരിധികളിലെ മാറ്റം, പരിധികൾ കഴിഞ്ഞാൽ ഈടാക്കുന്ന തുകയിൽ വർധനവ്, ഇന്റർചേഞ്ച് നിരക്കിലെ വർധനവ് തുടങ്ങിയവയാണ് വരുന്ന മാറ്റങ്ങൾ. ATM ഇടപാടുകൾക്ക് ഈടാക്കുന്ന നിരക്കുകളിലെ മാറ്റം സംബന്ധിച്ച് HDFC ബാങ്ക്, PNB, കൊടക് മഹീന്ദ്ര തുടങ്ങിയ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേ ബാങ്കിന്റെ ATM കാർഡുകൾ ഉപയോഗിച്ച് പ്രതിമാസം 5 ഇടപാടുകൾ വരെ നടത്താം. മറ്റ് ബാങ്കുകളുടെ ATM കാർഡ് ആണെങ്കിൽ മെട്രോ സിറ്റികളിൽ ഓരോ മാസവും 5 ATM ഇടപാടുകൾ വരെയാണ് സൗജന്യമായി നടത്താനാവുക. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് 3 ഇടപാടുകളായിരിക്കും. സാമ്പത്തികേതര ഇടപാടുകൾക്ക് ഈ പരിധികൾ ബാധകമായിരിക്കും. പ്രതിമാസ സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും പരമാവധി 23 രൂപ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാൻ ബാങ്കുകൾക്ക് അനുവാദമുണ്ട്. കൂടാതെ ബാധകമായ നികുതികൾ പ്രത്യേകം ഈടാക്കും. ക്യാഷ് റീസൈക്ലർ മെഷീനുകൾ നടത്തുന്ന ഇടപാടുകൾക്കും ഈ പുതുക്കിയ നിരക്കുകൾ ബാധകമാണ്. എന്നാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ഇടപാടുകൾക്ക് ഇത് ബാധകമായിരിക്കില്ല. ഉപഭോക്തൃ ചാർജുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനുള്ള RBI ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നിരക്കുമാറ്റം. മാത്രമല്ല, ATMകൾ പരിപാലിക്കുന്നതിനുള്ള വർദ്ധിച്ചു വരുന്ന ചിലവുകളും നിരക്കുമാറ്റത്തിന് ഒരു കാരണമാണെന്നാണ് RBI വ്യക്തമാക്കിയത്. നിരക്കുകളിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് ശാഖകൾ കുറവുള്ള ചെറിയ ബാങ്കുകളുടെ ഉപഭോക്താക്കളെയാകും കൂടുതൽ ബാധിക്കുകയെന്നാണ് വിദഗ്ധർ പറയുന്നത്.